അസ്സലാമു എല്ലാവർക്കും ജാസ്മിസ് ഹോം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പാനിഷ് പൊട്ടാറ്റോ ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വെയിറ്റ് ഗെയിനിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഓംലേറ്റിൻ്റെ റെസിപ്പിയാണിത്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗമൊന്നും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ച് കൊടുത്തു. ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ വെച്ച് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പൊട്ടാറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പിടിച്ച് പോകും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് വരുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായി ഒരു പീസ് പൊട്ടാറ്റോ എടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. അതിനുശേഷം ബാക്കി കൂടെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു കളറൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത 1 കപ്പോളം കാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയും ക്യാബേജൊക്കെ ഇവിടെ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ക്യാബേജ് ഇല്ലെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു അടുപ്പ് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടുപ്പ് ഒന്നെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മുട്ടയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഫില്ലിങ്ങിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പൊട്ടാറ്റോയിലും പിന്നെ നമ്മൾ ഫില്ലിങ്ങിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടയുടെ ആ മിക്സ്
ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഈ ഒരു ഫില്ലിങ് ഈ ഒരു പാൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു മുട്ടയുടെ എല്ലാ ഭാഗത്തോട്ടും ഈ ഒരു ഫില്ലിങ് ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു അടുപ്പ് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് തുറന്ന് ഈ ഒരു ഓംലേറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിന് ആദ്യം തന്നെ ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചോ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഈ ഒരു ഓംലേറ്റ് മറിച്ചിടാം. ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഒരു പാനിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്നുകൂടെ ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഓംലേറ്റിൻ്റെ മുകൾ ഭാഗം ഈ ഒരു പാനിൻ്റെ അടിയിൽ വരുന്നത് പോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിവിടെ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പാനിഷ് പൊട്ടാറ്റോ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തോട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. തീർച്ചയായും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.